നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോഴും പുറത്തുവരുന്നത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് സൂക്ഷിക്കാനായി കാവ്യ മാധവൻ ലോക്കർ തുറന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. അന്വേഷണത്തിനിടെ പോലീസ് കാവ്യയും ദിലീപുമായി ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. വിധിന്യായത്തിലും ഇതേക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. തുടക്കത്തിൽ ഇവർ ജോയിന്റ് അക്കൗണ്ടാണ് എടുത്തതെന്നും പിന്നീട് കാവ്യ മാധവൻ ലോക്കർ തുറന്നു എന്നുമായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ലോക്കർ തുറന്നത്. നടി ആക്രമിക്കപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷമാണ് ലോക്കർ തുറന്നത്. ലോക്കറിൽ എന്തായിരുന്നു സൂക്ഷിച്ചത്? ലോക്കറിനെ കുറിച്ച് കാവ്യ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. കാവ്യയുടെ മൊഴിയിലെ കാര്യങ്ങൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. നിർണായക ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിനായി കാവ്യയുടെ ലക്ഷ്യയിലേക്ക് പൾസർ സുനി എത്തിയിരുന്നു എന്നുള്ള വിവരം തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഫോണും മെമ്മറി കാർഡും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ലോക്കർ തുടങ്ങിയതെന്നാണ് കണ്ടെത്തൽ. കോടതിയിൽ ഇത് തെളിയിക്കാനായി ബാങ്ക് ജീവനക്കാരെ ഹാജരാക്കിയിരുന്നു. അന്ന് ജോലി ചെയ്തിരുന്നവരെ ആയിരുന്നില്ല കോടതിയിൽ ഹാജരാക്കിയത്. ഇടക്കാലത്ത് ഈ ലോക്കർ തുറന്നതും അതിൽ നിന്നും ചില സാധനങ്ങൾ കണ്ടെത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ദിലീപും കാവ്യയും അറിയാതെ എങ്ങനെയാണ് ലോക്കർ തുറക്കുന്നതെന്നായിരുന്നു ചോദ്യം. ലോക്കർ ബലമായി തുറക്കേണ്ട സാഹചര്യം വന്നതിനെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരുന്നു. 5 രൂപയുടെ ഒരു കോയിൻ മാത്രമാണ് ആ ലോക്കറിൽ നിന്ന് കിട്ടിയതെന്നാണ് മഹസറിൽ പറയുന്നത്. നേരത്തെ ആരെങ്കിലും ലോക്കർ തുറന്നോ എന്നതിലേക്കും സംശയം പോയിരുന്നു. ലോക്കർ തുടങ്ങിയ ദിവസം തന്നെ തുറന്നതേ ഉള്ളൂ. പിന്നീട് പോലീസാണ് തുറന്നത്. എന്തിനാണ് ഈ ലോക്കർ തുറന്നതെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മയില്ല എന്നായിരുന്നു കാവ്യ മാധവന്റെ മറുപടി. ഒരുപാട് ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് ഇവർക്ക്, പിന്നെ എന്തിനാണ് ഈ അക്കൗണ്ടും ലോക്കറും തുറന്നതെന്ന് ദിലീപിനോട് ചോദിച്ചപ്പോൾ എന്നെ ഒരുപാട് പേർ വിളിക്കാറുണ്ട്. അവരുടെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്താണ് അന്ന് അവിടെ അക്കൗണ്ട് തുടങ്ങിയതെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. US ഷോയിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കാവ്യ കൃത്യമായ മറുപടി നൽകിയിരുന്നു. മാതാപിതാക്കളുടെ കൂടിയാണ് ആ ഷോയിലേക്ക് പോയത്. അന്ന് ദിലീപേട്ടൻ മുഴുവൻ സമയവും തനിക്കൊപ്പമായിരുന്നില്ല. മറ്റുള്ളവരൊക്കെ ഉള്ള സമയത്താണ് റൂമിലേക്ക് വരാറുള്ളത്. പരിപാടിയുടെ കാര്യം സംസാരിക്കാനായാണ് വരുന്നത് എന്നുമായിരുന്നു കാവ്യ പറഞ്ഞത്. അതിജീവതയുമായി യാതൊരുവിധ പ്രശ്നങ്ങളും അന്നുണ്ടായിരുന്നില്ല. അവരോട് ശത്രുതയില്ലെന്നും കാവ്യ പറഞ്ഞിരുന്നു. US ഷോയിൽ നടന്ന കാര്യങ്ങൾ അതിജീവിത മഞ്ജു വാര്യരെ അറിയിച്ചുവെന്നും ഇതേ തുടർന്നാണ് വിവാഹമോചിത ആയെന്നുമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ദിലീപ് മഞ്ജു വാര്യരും വേർപിരിഞ്ഞതിന് കാരണം ഞാനല്ല എന്നും കാവ്യ മാധവൻ കോടതിയിൽ പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് അറിയില്ല. മഞ്ജു വാര്യരും അതിജീവതയും തന്നെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. സുഹൃത്ത് ബന്ധത്തിനും അപ്പുറത്താണ് ദിലീപേട്ടന് താൻ നൽകിയ സ്ഥാനമെന്നും അവർ പറഞ്ഞിരുന്നു.